ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ഷെയ്മ സുഫിയാൻ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നത്. ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ, അപ്പോൾ നമുക്ക് ആൽക്കഹോളൊന്നും അടങ്ങാത്ത ഒരു നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. നമുക്കപ്പോൾ വേഗം നിന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളെ മനസ്സിൽ ആദ്യം വരുന്നത് അതിലെ നട്ട്സും അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെയാണല്ലേ. അതെ, അപ്പോൾ നമുക്കിതിനും ഒരു ഒരു കപ്പോളം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വേണം. ടൂട്ടി ഫ്രൂട്ടി, ചെറീസ്, കിസ്മിസ്, ഡേറ്റ്സ് ഇതൊക്കെ നമുക്ക് എടുക്കാം. ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം, ഇഷ്ടമില്ലാത്തത് നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. സോക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തത് ഓറഞ്ചാണ്. 2 വലിയ ഓറഞ്ച് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് കൈകൊണ്ട് പിഴിഞ്ഞെടുത്താൽ മതി. അത് ഇതിലേക്കൊന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. ശരിക്കും പ്ലം കേക്കിൽ ആൽക്കഹോളൊക്കെയാണ് ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കൽ, പക്ഷേ നമുക്ക് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ഇത് സോക്കാകുന്ന ടൈം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. അടുത്തത് കാരമൽ ഉണ്ടാക്കണം. അതിനായിട്ട് ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരക്ക് 3/4 കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കണം. അതിന് ശേഷമാണ് വെള്ളം ഒഴിച്ച് കൊടുക്കൽ. അപ്പോൾ ഇതൊന്ന് അലിയട്ട്. അപ്പോൾ നമ്മളെ പഞ്ചസാര ഇവിടെ അലിഞ്ഞ് വരുന്നുണ്ട്. ഇതിലും നല്ല രീതിയിൽ അലിയണം. അപ്പോൾ നമ്മളെ പഞ്ചസാര ഇവിടെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മളിനി വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. 3/4 കപ്പ് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഒഴിക്കുമ്പം തിളച്ച് പൊങ്ങി കയ്യിലൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സൂക്ഷിച്ച് വയ്ക്കുക. മെല്ലെ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കരിഞ്ഞു പോവാതെ സൂക്ഷിക്കണം. കരിഞ്ഞു പോയാൽ നമ്മളെ കുംസിൻ്റെ ടേസ്റ്റേ മാറും. അപ്പോൾ ഇതാ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ കാരമൽ ഇവിടെ റെഡിയായി. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇത് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ അരിപ്പിയിൽ 2-3 പ്രാവശ്യം നല്ല രീതിയിൽ അരിച്ചെടുത്താലും മതി. അതും അവിടെ മാറ്റി വെക്കാം. നെക്സ്റ്റ് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചെടുക്കണം. അതിലേക്ക് ഒരു 3 കറാമ്പൂ 2 ചെറിയ കഷ്ണം പട്ടയും ഇട്ടിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതും ഒന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമുക്ക് മുട്ട ബീറ്റ് ചെയ്യണം. 3 മുട്ടയാണ് ഇവിടെ ആവശ്യം. അതിൻ്റെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് ഓരോ പാത്രത്തിലാക്കിയിട്ട് എടുക്കുക. പിന്നെ ഇതിൻ്റെ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. നിങ്ങളതൊന്ന് കയറി നോക്കുക. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും വേർതിരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ പതപ്പിച്ചെടുക്കണം. എന്താ പറയുക, ഇങ്ങനെ പാത്രം തലതിരിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഉയ്യാത്ത രീതിയിൽ ആവില്ലേ, ആ ഒരു രീതിയിൽ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. നെക്സ്റ്റ് നമുക്ക് മുട്ടയുടെ മഞ്ഞ ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഇവിടെ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തത്. ഇത് 3/4 കപ്പാണ് സൺഫ്ലവർ ഓയിൽ. അത് കുറേശ്ശെ ആയിട്ട് ബീറ്റ് ചെയ്തുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിലിന് പകരം വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബട്ടറും യൂസ് ചെയ്യാം. ബട്ടർ ആണെങ്കിൽ ഒരു 150 ഗ്രാം ആഡ് ചെയ്ത് കൊടുത്താലും മതി. ബട്ടർ ആകുമ്പം കൂടുതൽ ടേസ്റ്റിയും ഉണ്ടാവും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാരമൽ കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കൊരു ക്രീമി പേസ്റ്റ് കിട്ടും. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച പഞ്ചസാരയും കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പഞ്ചസാരയൊക്കെ ഇവിടെ നല്ല രീതിയിൽ മിക്സായി വന്നിട്ടുണ്ട്. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ ഇതിൻ്റെ ഒരു മിക്സില്ലേ, അത് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പാച്ചില കൊണ്ട് ഒരേ സൈഡിലേക്ക് ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മൾ
നേരത്തെ മാറ്റി വെച്ച നാരങ്ങ നീരിൽ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കുക. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചിലർക്ക് സംശയം ഉണ്ടാവും നാരങ്ങ നീരിൽ സോക്ക് ചെയ്ത് വെച്ചാൽ കയ്പ്പ് ഇറങ്ങൂലേ എന്ന്. ചെറിയൊരു കയ്പ്പ് മാത്രമേ ഉണ്ടാവും. അത് നമ്മൾ ഈ കേക്കിന് ഒരു കൂടുതൽ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കുന്നതിൻ്റെ ഒരു 10-15 മിനിറ്റ് മുന്നേ ഒന്ന് സോക്ക് ചെയ്തിട്ടാൽ മതിയാവും. ഇതിലേക്ക് വീണ്ടും നേരത്തെ മാറ്റി വെച്ച മൈദ മിക്സ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കുക, ഒരേ സൈഡിലേക്ക് തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്റർ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയുടെ വെള്ള അതും കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. കേക്ക് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ലാസ്റ്റ് 10 മിനിറ്റ് മുമ്പ് നമ്മൾ ഓവനൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ്. അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണ് നട്ട്സൊക്കെ ആഡ് ചെയ്യേണ്ടത്. ലാസ്റ്റ് ടൈം ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ഒരു ക്രഞ്ചിനെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ടിൻ പാത്രത്തിൽ ഈ ബാറ്റർ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഓവനിൽ വെക്കാം. ഓവൻ പ്രീ ഹീറ്റ് ആയതിനു ശേഷം 150 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റാണ് നമ്മളെ കേക്ക് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. നല്ല ടേസ്റ്റാണ്. എൻ്റെ ഏട്ടത്തിൻ്റെ റെസിപ്പിയാണിത്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി തരും ചായക്കൊക്കെ. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.